പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും തന്നെ ആമീൻ. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗമാണ്. വിശുദ്ധ മത്തായി 10-ാം അധ്യായം 28 മുതൽ 33 വരെ തിരുവചന ഭാഗം. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. കാശിന് 2 കുരുകിൽ വിൽക്കുന്നില്ലയോ? അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരുകിലകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുന്നിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുന്നിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ മുന്നിൽ ഞാനും തള്ളിപ്പറയും. വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ഈ തിരുവചന ഭാഗത്ത് യേശുതമ്പുരാൻ പങ്കുവയ്ക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ താൻ എങ്ങനെയൊക്കെയാണ് കരുതുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പങ്കുവയ്ക്കലാണ് യേശു ഇവിടെ നടത്തുക. അതേ സമയത്ത് തന്നെ ഒരു വ്യക്തി തൻ്റെ ചില സുപ്രധാനമായ ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ച വരുത്തിയാൽ, അതായത് ദൈവത്തെ തള്ളിപ്പറയുന്ന അവസ്ഥ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവനെ ദൈവവും തള്ളിപ്പറയും എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഈ സന്ദേശം വന്നെത്തുന്നത്. നമുക്ക് ഈ സന്ദേശത്തിൽ നിന്ന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദൈവസ്വരം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കാമെന്നതാണ്. ഇവിടെ ഇതിൻ്റെ ആദ്യ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എടുക്കുകയാണ്. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. ഭയം എന്ന ഒരു വികാരം മനുഷ്യ സഹജമാണ്. അനേകരുടെ ഉള്ളിലുണ്ട് ഈ ഭയം. എന്താണ് ഈ മനുഷ്യൻ ഭയപ്പെടുന്ന ഒരു സുപ്രധാനമായ വിഷയം? അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ എന്തിനെയൊക്കെയാണ് ഭയപ്പെടുന്നത്? അങ്ങനെ ചോദിക്കുന്നതാണ് കുറച്ചുകൂടെ വ്യക്തം. ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്ന മേഖലകൾ, ഒന്ന്, രോഗത്തെ മനുഷ്യൻ ഭയപ്പെടുന്നുണ്ട്. തൻ്റെ ശരീരം അതിൻ്റെ ആരോഗ്യത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ അവൻ്റെ ഉള്ളിൽ ഭയമുണ്ടാകുന്നു. ഇനി മാറ്റപ്പെടേണ്ട, മാറ്റപ്പെടുമോ എന്ന ഭയം, അതായത് തൻ്റെ ആരോഗ്യം നശിക്കുമോ എന്ന ഭയവും മനുഷ്യൻ്റെ മനസ്സിന് ഇന്ന് കാര്യമായി ഭരിക്കുന്ന ഒരു വിഷയമാണ്. രണ്ടാമത് മനുഷ്യനെ ഭരിക്കുന്ന ഭയം എന്നത് അവൻ്റെ ബന്ധങ്ങളുമായിട്ടുള്ള വിഷയത്തിലാണ്. കുടുംബ ബന്ധം, നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ കുടുംബം തകർക്കപ്പെടുമോ എന്നുള്ള ഭയം ആ മനുഷ്യൻ്റെ മനസ്സിനെ ഭരിക്കുന്നുണ്ട് എന്നതൊരു വാസ്തവമാണ്. അപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട ഭയം ഇന്നത്തെ മനുഷ്യനുണ്ട്. മൂന്നാമതായിട്ടൊരു മനുഷ്യനെ ഭരിക്കുന്ന ഭയം അവൻ്റെ സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ടാണ്. ഒരു മനുഷ്യന് സമ്പത്തുള്ളവനാണെങ്കിൽ ആ സമ്പത്ത് വേണ്ടതുപോലെ നിലനിൽക്കുമോ എന്നുള്ള ഭയം അവൻ്റെ മനസ്സിലുണ്ട്. അവൻ്റെ സമ്പത്തിൻ്റെ നിലനിൽപ്പിന് വിഘാതമായി എന്തെങ്കിലും ഘടകങ്ങൾ കടന്നു വരുമോ എന്ന ഭയം പണക്കാരനെ ഭയപ്പെടുത്തുന്നു. സമ്പത്തില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമോ അവൻ്റെ അനുദിന ജീവിതം കൃത്യമായി മുന്നോട്ട് നയിക്കപ്പെടുന്ന അവസ്ഥയ്ക്ക് സമ്പത്ത് ഒരു വിഘാതമായി മാറുമോ, അല്ലെങ്കിൽ പണമില്ലായ്മ, തൻ്റെ സമ്പത്തില്ലായ്മ തനിക്കൊരു തടസ്സമായി മാറുമോ എന്നുള്ള ഭയം പണമില്ലാത്തവനെ ഭയപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, ഈ ലോകപരമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഭയം അവൻ്റെ സമൂഹത്തിലുള്ള വില നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം മനുഷ്യനെ ഭരിക്കുന്നത് ഒന്നാണ്. മറ്റുള്ളവരുടെ മുന്നിലുള്ള അവൻ്റെ വില,
അവൻ്റെ അഭിമാനം, ഇത് നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമോ? ഇതൊരു മനുഷ്യനെ ഭരിക്കുന്ന സുപ്രധാനമായൊരു ഭയത്തിൻ്റെ വിഷയമാണ്. അപ്രകാരം ഇങ്ങനെയുള്ള പല ഭയങ്ങളും മനുഷ്യനെ ബാധിക്കുന്നുണ്ട്. വേറൊരു സുപ്രധാനമായ ഭയം മനുഷ്യനെ ബാധിക്കുന്നതാണ് മരണഭയം. ഈ ലോകത്ത് നിത്യമായി ജീവിച്ചു തീർക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഒരു മനുഷ്യന് മരണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതെല്ലാവരുടെയും മനസ്സിൽ അറിയുകയും ചെയ്യാം. ജനിച്ചാൽ അവൻ മരിച്ചിരിക്കുമെന്ന കാര്യം ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉറപ്പുള്ളൊരു വസ്തുതയാണ്. പക്ഷെ എങ്കിലും മരണത്തെ മനുഷ്യന് ഭയമാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് ഉറപ്പായി പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ മനുഷ്യനുള്ളൂ. ഈ ലോകത്ത് ആർക്കും അവൻ്റെ ഭാവിയെക്കുറിച്ച് ഉറപ്പായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. നാളെ എൻ്റെ ജീവിതത്തിൽ നാളെ ഇങ്ങനെ സംഭവിക്കും, നാളെ ഞാനൊരു കോടീശ്വരനായി മാറും, അല്ലെങ്കിൽ നാളെ എൻ്റെ ആരോഗ്യം പൂർണ്ണമായി സുഖപ്പെടും, അല്ലെങ്കിൽ നാളെ എൻ്റെ മകനോ മകളോ ഡോക്ടറായി മാറും, നാളെ എനിക്ക് ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരും. ഇതൊന്നും ഒരു മനുഷ്യന് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് ഒരുപക്ഷെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ സംഭവിക്കാതിരുന്നേക്കാം, അങ്ങനെ പറയാൻ കഴിയൂ. പക്ഷേ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് ഉറപ്പായി പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് മരണമാണ്. അതെല്ലാവർക്കും പറയാൻ പറ്റും. ഞാൻ ഉറപ്പായിട്ടും ഒരു ദിവസം മരിക്കും. അത് ഉറപ്പായിട്ടും ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഉറപ്പായിട്ടും. പ്രിയപ്പെട്ടവരെ, എന്നാൽ മരണം ഇത്രമേൽ ഉറപ്പുള്ളൊരു ജീവിതാവസ്ഥയാണെങ്കിൽ കൂടിയും മരണത്തെയും മനുഷ്യന് ഭയമാണ്. തൻ്റെ ജീവിതത്തിൽ ആകെക്കൂടെ ഉറപ്പുള്ള ഒരു കാര്യത്തെ പോലും ഭയക്കാതെ ജീവിക്കാൻ അവന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഭയം സംബന്ധിച്ചിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ക്രിസ്തു മനുഷ്യന് നൽകാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടുവിൻ. ഭയപ്പെട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? നിങ്ങളുടെ ദേഹത്തെ, ശരീരത്തെ കൊല്ലുന്ന ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങളുടെ ദേഹത്തെയും ദേഹിയെയും നരകത്തിലാക്കാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. അതാണ് പറയുക. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ഭയപ്പെടുന്ന വിഷയങ്ങളെ ഒന്നുമല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത്. ലോകം ഭയപ്പെടുന്ന വിഷയങ്ങളെ അല്ല ഒരു യഥാർത്ഥ മനുഷ്യൻ ഭയപ്പെടേണ്ടത്. നിങ്ങളുടെ ആരോഗ്യത്തെ ഓർത്ത് നിങ്ങൾക്ക് ഭയമുണ്ടോ? നിങ്ങളുടെ സമ്പത്തിനെ ഓർത്ത് നിങ്ങൾക്ക് ഭയമുണ്ടോ? നിങ്ങളുടെ തലമുറകളെ ഓർത്ത് നിങ്ങൾക്ക് ഭയമുണ്ടോ? നിങ്ങളുടെ നാട്ടിലുള്ള സ്റ്റാറ്റസിൻ്റെ നിലനിൽപ്പിനെ ഓർത്ത് നിങ്ങൾക്ക് ഭയമുണ്ടോ? നിങ്ങളുടെ മരണത്തെ ഓർത്ത് നിങ്ങൾക്ക് ഭയമുണ്ടോ? ഇതൊന്നുമല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ട വിഷയം. മറിച്ച് നിങ്ങളുടെ ആത്മാവിനെ, ശരീരത്തെയും നരകത്തിലാക്കാൻ കഴിവുള്ളവനെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടുവിൻ. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദൈവത്തെ ഭയപ്പെടുവിൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെ നരകത്തിലാക്കാൻ, സ്വർഗത്തിലാക്കാനും കഴിവുള്ളവനാണ് ദൈവം. ആ ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുവിൻ. ദൈവ ഭയമുള്ളവരായി നിങ്ങൾ ഈ ലോകത്ത് ജീവിപ്പിൻ. അത്രയേ ഉള്ളൂ. ദൈവ ഭയം നിങ്ങൾക്കുണ്ട് എങ്കിൽ ലോക ഭയം പിന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല. ദൈവഭയത്തെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ജീവിച്ചാൽ, ദൈവഭയത്തിൽ നിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ലോകത്തിലുള്ള ഒന്നിനെ ഭയപ്പെടേണ്ട. ദൈവത്തെ നിങ്ങൾ ഭയപ്പെട്ട് ജീവിച്ചാൽ ലോകത്തിൽ ഭയമെന്ന് കരുതുന്നതെല്ലാം നിങ്ങൾക്ക് ഭയമല്ലാതെയായി മാറും. അതാണ് ആ തിരിച്ചറിവ്. പക്ഷെ ഇന്നത്തെ വിശ്വാസിക്ക് ഇല്ലാതെ പോകുന്നത് ഈ ദൈവഭയമാണ് എന്നതൊരു വാസ്തവമാണ്. ലോകത്തിലുള്ള സകലതിനെ അവൻ ഭയക്കുന്നുണ്ട്. അവൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തെ അവൻ നന്നായി ഭയക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തെ മാത്രം ഇന്നത്തെ മനുഷ്യന് ഭയമില്ല. ദൈവത്തെ ഭയമില്ലാതെ അശുദ്ധിയുടെ വഴികളിലൂടെ, പാപത്തിൻ്റെ വഴികളിലൂടെ, തിന്മയുടെ ജീവിതാവസ്ഥകളിലൂടെ ഇവൻ ഇങ്ങനെ ഓരോ നിമിഷവും ജീവിച്ചു തീർക്കുകയാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. നീ ദൈവത്തെ ഭയക്കൂ മനുഷ്യ. നിന്റെ ഈ ലോകഭയങ്ങളെല്ലാം മാറട്ടെ. നിന്റെ പണം, നിന്റെ അധികാരം, സ്ഥാനമാനങ്ങൾ, ഭൗതികമായ വിഷയങ്ങൾ, ഈ മേഖലകളിലുള്ള ഭയങ്ങളെല്ലാം മാറിപ്പോകട്ടെ. മറിച്ച് ദൈവഭയമുള്ളൊരു വ്യക്തിയായി നീ ജീവിച്ചാൽ ഈ വക ഭയങ്ങളൊന്നും നിന്റെ ജീവിതത്തെ തകർക്കുകയില്ല.
ഈ തിരിച്ചറിവിലേക്ക് കടന്നു വരാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവ പൈതലേ നിന്റെ ഹൃദയത്തെ ഇന്ന് നയിക്കേണ്ടത്. ദൈവഭയമുള്ള വ്യക്തിയായി നീ ജീവിക്കുക. തുടർന്നുള്ള തിരുവചന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു സന്ദേശമാണ്. നിനക്ക് ദൈവഭയമുണ്ടെങ്കിൽ, അതായത് നിന്റെ ആത്മാവിനെ സ്വർഗത്തിലാക്കുവാനും നരകത്തിലാക്കുവാനും കഴിവുള്ളവനെ ഭയപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് തുടർന്ന് ഇവിടെ എഴുതി വച്ചിരിക്കുക. എന്താണ്? കുരുകിലിനെ കുറിച്ചൊരു ഉപമ പറഞ്ഞുകൊണ്ടാണ് യേശുതമ്പുരാൻ അത് പറയാൻ ശ്രമിക്കുക. എന്താണ് പറയുക? കാശിന് 2 കുരുകിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമം പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഭയന്നു ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ, ദൈവഭയത്തിൻ്റെ അടിത്തറയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ തലയിലെ മുടിനാരിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ ശക്തമായ ഒരു സന്ദേശമാണ്. സഹോദരാ, നീ ദൈവഭയമുള്ള വ്യക്തിയായി ജീവിക്കാൻ തയ്യാറാണോ? ഭൗതികമായ നിന്റെ ജീവിതാവസ്ഥകളെ കുറിച്ചുള്ള ഭയമൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവഭയമുള്ളൊരു മനുഷ്യനായി നീ ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ തലയിലെ മുടിരോമം പോലും ദൈവത്താൽ എണ്ണപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകുന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവമുള്ള ഒരു ചിന്തയാണ്. ഞാൻ വളരെ അത്ഭുതത്തോടെ ഈ അടുത്ത കാലത്ത് ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? യേശു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കും നിത്യതയ്ക്കും വേണ്ടിയിട്ടാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ലോകത്തിലേക്ക് കടന്നു വന്നവനായ യേശു തമ്പുരാൻ്റെ ആത്യന്തികമായ ആഗ്രഹം തൻ്റെ മക്കളെ, എൻ്റെ ജനത്തെ നിത്യതയിലെത്തിക്കുക. അതാണ് ആഗ്രഹം. ഈ നിത്യതയിലെത്തിക്കുന്ന, മനുഷ്യകുലത്തെ നിത്യതയിലെത്തിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് യേശു തമ്പുരാൻ പങ്കാളിയായിരിക്കുന്നത്. തൻ്റെ പരശുശ്രൂഷ കാലത്ത് മുഴുവൻ താൻ പങ്കാളിയായിരിക്കുന്നത് ഈ മേഖലയിലാണ്. ഇവിടെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു മനുഷ്യനെ നിത്യതയിലെത്തിക്കാനായിട്ട് കടന്നു വരുന്ന ദൈവത്തിൻ്റെ മുന്നിൽ ഒരു മനുഷ്യൻ്റെ തലയിലെ മുടിരോമത്തിൻ്റെ എണ്ണത്തിൻ്റെ പ്രസക്തി എന്താണ്? ഒരു മനുഷ്യൻ്റെ തലയിലെ മുടിരോമങ്ങളുടെ എണ്ണത്തിൻ്റെ പ്രസക്തി എന്താണ് പ്രിയപ്പെട്ടവർ? ഒരു പ്രസക്തിയില്ല വാസ്തവത്തിലെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മുടെ തലയിലെ മുടി എത്ര പോയാൽ എന്താണ്? നമ്മൾ പോലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ആവശ്യത്തിലധികമായി മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മുടി പോക്കിനെ കുറിച്ചുള്ള ഇന്നത്തെ ആളുകൾക്ക് ആശങ്കയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ തലയിൽ നിന്ന് നാം ജനിച്ചു ജീവിച്ച ഈ കാലം അത്രയും എത്രയോ മുടിനാരിഴകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഈ മുടിനാരിഴകളുടെ കൊഴിഞ്ഞുപോക്കലുകളൊന്നും നമ്മുടെ ഹൃദയത്തിന് ഒരസ്വസ്ഥതയും സൃഷ്ടിച്ചിട്ടില്ലല്ലോ. നമ്മുടെ മനസ്സിൽ ഒരു ഭാരവും സൃഷ്ടിച്ചിട്ടില്ലല്ലോ. നമ്മുടെ തലയിലെ മുടികളൊന്ന് എണ്ണിയെടുക്കാൻ നാം ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ശാസ്ത്രമൊക്കെ ഒരുപാട് വളർന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ അടുത്ത കാലത്ത് തലയുടെ മുടികളുടെ എണ്ണമെടുക്കുന്ന ഒരു മിഷ്യനും ഒരു ശാസ്ത്രവും ഇന്നേ വരെ നിർമ്മിച്ചിട്ടില്ലല്ലോ. ഒത്തിരിയേറെ എത്ര മെഷീൻസ് ആണെന്ന് നിർമ്മിക്കപ്പെടുന്നത്, എത്ര കണ്ടുപിടുത്തങ്ങളാണ് ശാസ്ത്രം നടത്തുന്നത്. ഒരു മനുഷ്യൻ്റെ തലയുടെ മുടിനാരിഴയുടെ എണ്ണമെടുക്കുന്ന ഏതെങ്കിലും മെഷീൻ എന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടോ? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ പരിശോധനകളുമായി ബന്ധപ്പെട്ട് കണ്ണുകൾ, കൈകൾ, കാലുകൾ, തമ്പ് ഇംപ്രഷൻ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളുടെയും കൃത്യമായ കണക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള മിഷനറീസ് ഒക്കെ ഉണ്ട്. സയൻസിലുണ്ട്, മെഡിക്കൽ സയൻസിൽ പ്രത്യേകിച്ചുണ്ട്. പക്ഷേ മുടിനാരിഴകളുടെ, തലമുടിയുടെ എണ്ണമെടുക്കുന്ന ഒരു മെഷീൻ മെഡിക്കൽ സയൻസിലുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി അങ്ങനെ എങ്ങാനും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അറിവിൽ ഇന്നേ വരെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവത്തില്ല എന്നാ, ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല അങ്ങനെ ഒരു മെഷീൻ ഉള്ളതായിട്ട്. അവിടെയാണ് ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് അങ്ങനെ ഒരു മെഷീൻ സൃഷ്ടിക്കപ്പെടാത്തത്? ഒരു മനുഷ്യൻ്റെ തലമുടി നാരിഴയുടെ എണ്ണമെടുക്കുന്ന ഒരു മെഷീൻ സൃഷ്ടിക്കപ്പെടാത്തതിൻ്റെ കാരണം എന്താണ്? കാരണം അതൊരു നീഡല്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ഈ മെഷീൻ്റെ അകത്ത് തല കൊണ്ട് വെച്ചേച്ച് എൻ്റെ തലയിൽ എത്ര മുടി ഉണ്ടെന്നൊന്ന് എണ്ണിയെടുക്കുക എന്ന് പറയാനായിട്ട് സാധ്യതയില്ല. അതിനുവേണ്ടി കാശ് മുടക്കാൻ സാധ്യതയില്ല. കാരണം എന്താ? മനുഷ്യൻ തൻ്റെ മുടിയെക്കുറിച്ച് അത്ര കണ്ട് പോലും കൺസേൺ അല്ല. അതുകൊണ്ട് ഇത് സയൻസ് വെറുതെ ഇത് കണ്ടുപിടിക്കാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. വേണമെങ്കിൽ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ടുപിടിച്ചത് കൊണ്ടൊരു ഗുണമില്ല.
ഇത് കണ്ടുപിടിക്കാനായിട്ട് എടുത്ത ചെലവ് പോലും ശാസ്ത്രത്തിന് തിരിച്ചു കിട്ടത്തില്ല ഈ ഈ മിഷനറി ഉണ്ട്. കാരണം ആരും തല വെച്ച് കൊടുത്തിട്ട് ഈ മുടിയുടെ എണ്ണ എടുക്കാനൊന്നും പോകുന്നില്ല. കാരണം ഈ മുടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പുതിയത് വന്നുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം മനുഷ്യന് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവൻ ഇതിനെക്കുറിച്ച് ഒട്ടും കൺസേൺ അല്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ദൈവത്തിൻ്റെ ഈ കൺസേൺ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു മനുഷ്യൻ്റെ തലമുടി നാരിഴയുടെ എണ്ണം എത്ര എന്നുള്ളതിൻ്റെ കണക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒട്ടും തന്നെ ഒരു വിഷയമല്ലാതിരിക്കെ അതിൻ്റെ പോലും എണ്ണമെടുത്ത് സ്നേഹിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ എത്ര കണ്ട് ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ദൈവത്തിൻ്റെ കരുതലിൻ്റെ തെളിവാണെന്ന് വേണമെങ്കിൽ പറയാം. കരുതലിൻ്റെ വലിയ തെളിവാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗത്ത് ആദ്യ ഭാഗം നമുക്ക് നൽകിയ മെസ്സേജ് ഇതാണ്: ദൈവഭയത്തിൽ ജീവിക്കാൻ. ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന അതീവ സൂക്ഷ്മമായ കരുതലിനെയാണ് ഇവിടെ കാണുക. എന്താണ് ഈ കരുതൽ? ഈ തലമുടി നാരിഴയുടെ എണ്ണപ്പെടലിൻ്റെ കരുതലിനെ കുറിച്ച് കാണുമ്പോൾ അത് ഒരു സൂക്ഷ്മതയുള്ള കരുതലാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള, വളരെ സൂക്ഷ്മമായിട്ടുള്ള കരുതലാണ് ദൈവം തന്നെ ഭയപ്പെടുന്ന ജനത്തിന് മുന്നിൽ നൽകുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയൊരു കരുതലിനെ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. പലപ്പോഴും നമ്മെ കരുതുന്ന ഈ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ആഴത്തെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇന്ന് നമ്മളിൽ പലരും ജീവിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, ഈ സൂക്ഷ്മതയുള്ള ദൈവിക കരുതലിനെ അറിയാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് വിളിക്കുക. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ഭയപ്പെട്ട് കഴിയുന്നവരാണ്. അത് കടബാധ്യതയുടെ മേഖലയാകാം, ആരോഗ്യത്തിൻ്റെ മേഖലയിലായിരിക്കാം, മക്കളെ ഓർത്തുള്ള മേഖലയിലായിരിക്കാം, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതായിരിക്കാം, മരണഭയത്തിൻ്റെ മേഖലകളായിരിക്കാം. ഏത് മേഖലയിലാട്ടെ നിങ്ങൾ ഭയത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുകയാണ്. നിങ്ങൾ ദൈവഭയമുള്ളവരാകൂ. നിങ്ങൾ ലോകഭയം ഉപേക്ഷിക്കൂ, ദൈവഭയമുള്ളവരാകൂ. നിങ്ങളെ കർത്താവ് അതിഭയങ്കരമായി കരുതും. ഞാൻ ഈ അടുത്ത ദിവസം ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിന് വന്ന ഒരു സഹോദരിയെ ശ്രദ്ധിക്കുകയായിരുന്നു. 5 ദിവസത്തെ ധ്യാനത്തിന് ഈ സഹോദരി ഇരുന്നു. ശക്തമായ ദൈവവചനമൊക്കെ ആളുകളോട് സംസാരിക്കുന്നുണ്ട്. ജനം വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ, പ്രത്യാശയിലേക്ക് കടന്നു വരാനൊക്കെ ഉള്ള തീവ്രമായ വചനങ്ങളാണ് ഈ ജനത്തോട് ഇടപെട്ടത്, സംസാരിച്ചത്. ആളുകളൊക്കെ നല്ല അനുഭവത്തിലേക്ക് വന്നു. ഈ വചനം കേട്ട അനുഭവത്തിലേക്ക് ആളുകൾ കടന്നു വന്നു. പക്ഷേ ഈ ഒരു സഹോദരി മാത്രം ഒരനുഭവം ഇല്ല. ഇവരിങ്ങനെ ഇരിക്കുകയാണ്. വചനമൊക്കെ പറയുന്ന സമയത്ത് അവിടെ എവിടെയൊക്കെയോ നോക്കി ഇങ്ങനെ ഇരിക്കും. അതും ഇങ്ങനെ കണ്ണും നട്ട്, ചില സമയത്ത് ഇങ്ങനെ കണ്ണും നട്ടിരിക്കും. നമ്മുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ വാസ്തവത്തിൽ എന്തോ ഒരു ആലോചനാലോകത്താണ്. ആരാധനയൊക്കെ നടന്നപ്പോഴും, 3-ാം ദിവസത്തെ ആരാധന നടന്നപ്പോഴേക്കും ജനമൊക്കെ ശരിക്കും അനുഭവത്തിൽ ആടിപ്പാടുന്ന ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ ഈ സഹോദരി മാത്രം ഒരു പ്രത്യാശയില്ലാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ധ്യാനം അവസാനിക്കാറായി. ഞാൻ അവസാന സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഞാൻ ഇവരെ വിളിച്ചു ഞാൻ എൻ്റെ മുറിയിൽ ഇരുത്തി ഞാൻ ഇവരോട് സംസാരിച്ചു, എന്ത് പറ്റി നിങ്ങൾക്ക്? ഉടനെ ആ സഹോദരി കുറേ നേരം ഇങ്ങനെ മൗനമായിരുന്നിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു: അച്ഛാ, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുമോ? ഇതാണ് ചോദ്യം. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുമോ അച്ഛാ? ഞാൻ പറഞ്ഞു, വചനം അങ്ങനെ അവകാശമാക്കില്ല എന്നാണ് വചനം. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളങ്ങനെ ചോദിക്കാൻ കാര്യം? അപ്പോൾ അവർ പൊട്ടിക്കരയാൻ തുടങ്ങി. അച്ഛാ, എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു. എൻ്റെ ഭർത്താവ് മദ്യപിച്ച് മരിച്ചു പോയൊരു മനുഷ്യനാണ് അച്ഛാ. അപ്പം അതുകൊണ്ട് എൻ്റെ ഭർത്താവിന് ഇനി രക്ഷയില്ല. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ആ മനുഷ്യൻ്റെ ഭാര്യയായി കടന്നു എന്ന അന്ന് മുതൽ ഈ മനുഷ്യൻ്റെ മദ്യപാനം മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഒത്തിരി പ്രാർത്ഥനാലയങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഒത്തിരി പേരോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അച്ഛാ, ആളുടെ മദ്യപാനം മാറിയില്ല എന്ന് മാത്രമല്ല, കുടിച്ച് ആ മനുഷ്യൻ മരിച്ചു. അച്ഛാ, ആ മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ പോവില്ല. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നതിൻ്റെ ഭാരത്തിലാണ് ഞാൻ ജീവിക്കുക. ഇനി എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ദൈവാനുഭവം ഉണ്ടായിട്ട് എന്ത് കാര്യം? എൻ്റെ ഭർത്താവിനെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ. ഇതാണ് ഇവരുടെ മനസ്സിൻ്റെ സങ്കടം. പ്രിയപ്പെട്ടവരെ, എന്തുത്തരം പറയണം ഈ സഹോദരിയോട്? ഞാൻ അല്പമൊന്ന് പതറി എന്നതിന് സംശയമൊന്നുമില്ല. കാരണം
മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ ആദ്യം പറയുകയും ചെയ്തു. ഇനി എന്ത് പറഞ്ഞാണ് ഈ സഹോദരിയെ ആശ്വസിപ്പിക്കേണ്ടത്? എനിക്കൊരു പിടിയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഞാൻ പ്രാർത്ഥിച്ചു, തമ്പുരാനെ എന്താണ് ഞാൻ ഇവരോട് സംസാരിക്കേണ്ടത്? നിങ്ങളുടെ ഭർത്താവ് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, പുള്ളി രക്ഷപ്പെടും എന്നുള്ളത് അങ്ങനെയൊന്നും പറയാൻ എൻ്റെ നാവിൽ വന്നില്ല. പെട്ടെന്ന് തമ്പുരാൻ എന്നോട് പറഞ്ഞു, അവളോട് നീ പറ, ആ മനുഷ്യനെ ഓർത്ത് ഇനി നീ ഭയപ്പെടേണ്ട. എന്നാൽ നിന്റെ ആത്മാവ് നിന്റെ ഭർത്താവിനെ കുറിച്ചോർത്ത് വേദനിച്ച് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ ഭയപ്പെട്ട് ജീവിക്കുകയും. കർത്താവോട് പറയാനായിട്ട് എന്നോട് ആവശ്യപ്പെടുക. ദൈവത്തെ ഭയപ്പെട്ടവൾ ജീവിക്കാൻ പറയാനായിട്ട് കർത്താവ് ആവശ്യപ്പെട്ടു. അവളുടെ ഭർത്താവ് ദൈവത്തെക്കാൾ ഉപരിയായി അവൾ സ്നേഹിച്ച ഒരു വിഗ്രഹമാണ് കർത്താവ് എനിക്ക് പറഞ്ഞു തന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ആ മനുഷ്യന്റെ ആത്മാവ് രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടില്ലയോ എന്നുള്ളത് നിങ്ങൾ യേശുവിനെ വിടുക. അത് നിത്യന്യായവിധി ദിവസം തമ്പുരാൻ ചെയ്തോളൂ. പിന്നെ ഈ ലോകത്ത് വെച്ച് നിങ്ങൾ ആ ഭർത്താവിന് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ. ആ മനുഷ്യന്റെ ആത്മാവിനോട് കരുണയാകാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. വിശുദ്ധ കുർബാനകളിൽ മരിച്ചുപോയവരുടെ പേരോർത്ത് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ മനുഷ്യന്റെ രക്ഷ തീരുമാനിക്കുന്നത് ക്രിസ്തുവാണ്. അയാൾ രക്ഷപ്പെടണോ വേണ്ടയോ അത് ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിട്ടേക്ക്. പക്ഷേ ആ മനുഷ്യൻ രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ രക്ഷപ്പെടാതെ പോകരുത്. നിങ്ങളുടെ ആത്മാവ് രക്ഷപ്പെടാതെ പോകരുത്. ഇപ്പോഴത്തെ അവസ്ഥയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ആത്മാവും രക്ഷപ്പെടത്തില്ല. ആ ബോധ്യം കേട്ടപ്പോഴവർ ഞെട്ടിത്തെറിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കി. ശരിയാണ് അച്ഛാ, ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ഭർത്താവ് എൻ്റെ ഹൃദയത്തിലൊരു വിഗ്രഹമായിരുന്നു. ഞാൻ ദൈവത്തെക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു. ആ സഹോദരി തിരിച്ചറിഞ്ഞോടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, ഭർത്താവിനെ വിട്ടേക്ക്. ആ ഭർത്താവിനെ ആ ഹൃദയത്തിൻ്റെ വിഗ്രഹാവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ബന്ധനം അവരുടെ ഉള്ളിൽ നിന്ന് മാറി. അതിനുശേഷം അവർ വചനത്തിലേക്ക്, അതിനുശേഷമാണ് അവർക്ക് വചനം കേൾക്കാനുള്ള ഒരു ഓപ്പൺനെസ് അവരുടെ മനസ്സിൽ ഉണ്ടായത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില വിഗ്രഹാവസ്ഥകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രക്ഷ ലഭിക്കാത്തത്. നിങ്ങൾ ലോക വിഷയങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആ ലോക വിഷയം നിങ്ങൾക്ക് വിഗ്രഹമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ലോക വിഷയത്തെ ഓർത്ത്. നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് ഭയപ്പെടുന്നെങ്കിൽ, നിങ്ങളുടെ മക്കളെ ഓർത്ത് ഭയപ്പെടുന്നെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യത്തെ ഓർത്ത് ഭയപ്പെടുന്നെങ്കിൽ, നിങ്ങളുടെ ഭാവിയെ ഓർത്ത് ഭയപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയം ഒരു വിഗ്രഹമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അതിനെ ഓർത്ത് ഭയപ്പെടുന്നത്. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുവീൻ. അപ്പോൾ തലമുടി നാരിഴയുടെ എണ്ണം തിട്ടപ്പെടുത്തി കരുതുന്ന, സൂക്ഷ്മമായി കരുതുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയും എന്നുള്ള ശക്തമായ ഒരു ബോധ്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനഭാഗത്തോട്. എന്നിട്ട് എന്താണ് പറയുക? ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുന്നിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുന്നിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുന്നിൽ ഞാനും തള്ളിപ്പറയും. പ്രിയപ്പെട്ടവരെ, ഇത് ഭയങ്കരമായൊരു സന്ദേശമാണ്. ദൈവത്തെ ഭയപ്പെടാനായിട്ടുള്ള സന്ദേശം ഇവിടെ തമ്പുരാൻ നൽകുന്നതോടൊപ്പം തന്നെ സുപ്രധാനമായി താൻ പറയുകയാണ്, ദൈവത്തെ ഏറ്റുപറയാൻ, യേശുവിനെ ലോകത്തിന് മുന്നിൽ ഏറ്റുപറയാൻ, മനുഷ്യരുടെ മുന്നിൽ ഏറ്റുപറയാൻ. അല്ലെങ്കിൽ നീ ലോകപരമായി എന്തിനെയൊക്കെ ഭയക്കുന്നോ അതിൻ്റെ മുന്നിൽ നീ യേശുവിനെ ഏറ്റുപറയാനായിട്ട് തയ്യാറാണോ, അവിടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുന്നിൽ പുത്രൻ തമ്പുരാനും നിന്നെ ഏറ്റുപറയും. അതാണ് വചനം. നിന്റെ ഭയപ്പെടുന്ന ലൗകിക വിഷയങ്ങൾ പണമാണെങ്കിൽ പണത്തിൻ്റെ മുൻപിൽ നീ യേശുവിനെ ഏറ്റുപറയുക. പണത്തോട് നീ പറയുക, എനിക്കൊരു യേശുവുണ്ട്. നിന്റെ കടബാധ്യതയോട് നീ പറയുക, എനിക്കൊരു യേശുവുണ്ട്. നിന്റെ രോഗങ്ങളുടെ മുന്നിലാണ് നീ ഭയപ്പെട്ടു നിൽക്കുന്നതെങ്കിൽ നിന്റെ രോഗത്തോട് നീ പറയുക, എനിക്കൊരു യേശുവുണ്ട്. യേശുവിനെ ഏറ്റുപറയുക, ആ രോഗത്തിൻ്റെ മുന്നിൽ ഏറ്റുപറയുക. നിന്റെ മക്കളുടെ മുന്നിലാണ് നീ ഭയന്ന് നിൽക്കുന്നതെങ്കിൽ മക്കളോട് പറയുക, എനിക്കൊരു കർത്താവുണ്ട്, എൻ്റെ തമ്പുരാൻ എന്നെയും നിന്നെയും വഴി നടത്തും. ഏറ്റുപറ, ധൈര്യം കാണിക്കുക. മരണത്തെയാണ് നിങ്ങൾ ഭയപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന മരണത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ഏറ്റുപറ, എനിക്കൊരു യേശുവുണ്ട്. ഏറ്റുപറ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏറ്റുപറയാൻ കഴിഞ്ഞാൽ കേട്ടോ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുന്നിൽ നിങ്ങളെയും താൻ ഏറ്റുപറയും. അങ്ങനെ ഏറ്റുപറയാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഏറ്റുപറയുന്നില്ലെങ്കിലോ
സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുന്നിൽ നിങ്ങളെയും താൻ തള്ളിപ്പറയും. ഇത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ യേശു തമ്പുരാൻ നിത്യതയിൽ നമ്മെ തള്ളാതിരിക്കണമെങ്കിൽ നാം അവൻ്റെ നാമത്തെ ലോകത്തിന് മുന്നിൽ ഏറ്റുപറഞ്ഞേ പറ്റത്തുള്ളൂ. യേശു തമ്പുരാൻ നിത്യതയിൽ നമ്മെ കൺസിഡർ ചെയ്യണമെങ്കിൽ, യേശുവിൻ്റെ കരുണ നമുക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ വാദിക്കണമെങ്കിൽ, ലോകത്തിൻ്റെ മുന്നിൽ നാം യേശുവിനെ ഏറ്റുപറഞ്ഞേ മതിയോ. ഏറ്റുപറയുന്നവനെയാണ് താൻ ഏറ്റുപറയുന്നത്. ഇന്ന് നമ്മൾ ആരൊക്കെ ഏറ്റുപറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? തമ്പുരാനെ ഏറ്റുപറയാൻ നമുക്ക് മടിയാണ്. ദൈവത്തെ ഏറ്റുപറയാനുള്ള ധൈര്യം നമുക്ക് ഈ കാലഘട്ടങ്ങളിലില്ല. ഏറ്റുപറയുവീൻ, ഏറ്റുപറയുവീൻ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുന്നിൽ അവന് നിനക്ക് വേണ്ടി ഏറ്റുപറയും. ധൈര്യം കാണിക്കുക. യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയാൻ, ഭയപ്പെടാതെ ഏറ്റുപറയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ നൽകുന്ന വാഗ്ദാനം കരുതലിൻ്റെ വാഗ്ദാനമാണ്. അങ്ങനെ ഏറ്റുപറയുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനും കരുതലിൻ്റെ വാഗ്ദാനം. ഇവിടെ വെച്ച് ദൈവത്തെ ഭയപ്പെടുന്നവന് ഇവിടെ ദൈവത്തിൻ്റെ കരുതലുണ്ടാകും. ഇവിടെ വെച്ച് ദൈവത്തെ ഏറ്റുപറയുന്നവന് അവിടെ പുത്രൻ തമ്പുരാൻ ഏറ്റുപറയും. കണ്ടോ, ഇവിടെ വെച്ചും അവിടെ വെച്ചുമുള്ള കരുതൽ. അതാണ് ഈ വചനഭാഗത്ത്. ഭൂമിയിൽ വെച്ചുള്ള കരുതൽ, സ്വർഗത്തിൽ നിത്യതയിൽ ന്യായവിധിയുടെ സമയത്തുള്ള കരുതൽ. വാസ്തവത്തിൽ അതാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടെ കാണേണ്ടത്. ഭൂമിയിൽ വെച്ചുള്ള ആരോഗ്യപരമായ കരുതലുകൾക്ക് അപ്പുറത്തേക്ക് നിത്യതയിലോ ന്യായവിധി ദിവസം നമ്മെ കരുതാൻ ഒരു യേശു ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ അവസ്ഥ. ഇവിടെ വെച്ച് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ന്യായവിധിയുടെ സമയത്ത് കർത്താവ് നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എന്താ കാര്യം? ഒരു കാര്യമില്ല നമ്മുടെ ഈ ലൈഫ് കൊണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ വെച്ച് അവനെ ഏറ്റുപറയാനുള്ള ധൈര്യം കാണിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാണ് നമ്മളെ ഒരുക്കുന്നത്. ആയതിന് തമ്പുരാൻ നമ്മുടെ ജീവിതങ്ങളെ നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവൻ്റെ വചസ്സുകൾക്കായി അങ്ങേയും മഹത്വപ്പെടുത്തുന്നു. നാഥാ, അങ്ങേ ഏറ്റുപറയാനുള്ള മനസ്സും ധൈര്യവും ചങ്കുറപ്പും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാ, നിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. അവിടുത്തെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, ലോകത്തെ ഭയപ്പെടാതെ അങ്ങയെ ഭയപ്പെടാനും, ലോകത്തിൻ്റെ മുൻപിൽ അങ്ങയുടെ നാമത്തെ ഏറ്റുപറയാനും, അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ അങ്ങ് ഞങ്ങളെ ഏറ്റുപറയുന്ന അനുഭവം ഉണ്ടാകുവാനും തക്കവണ്ണം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.